ഗുഡ് മോർണിംഗ്. ബ്രില്യൻസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് NIOS സോഷ്യോളജിയുടെ 26ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൺ. ഈ ഒരു ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ സൊസൈറ്റിയെ പറ്റിയാണ്. ഇന്ത്യൻ സൊസൈറ്റിയിൽ ട്രൈബൽ, അതുപോലെ തന്നെ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി, ഈ മൂന്ന് വിഭാഗങ്ങളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളും അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ട്രൈബ്സ് ആരാണ്, ട്രൈബ് സൊസൈറ്റി ആരാണ്, ട്രൈബ്സ് എന്ന്. ഈ ഒരു കാര്യം ട്രൈബ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യം തന്നെയാണ്. ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ പറ്റി പറയുന്ന സമയത്ത് ആരാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ST എന്ന് നമ്മൾ പറയും അല്ലേ. ഷെഡ്യൂൾഡ് ട്രൈബ്സ്, SC STയെ പറ്റി നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ പറ്റി പറയുന്ന സമയത്ത് ആരാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് ഒരു പൊതുപൂർവികന്റെ പിൻഗാമികൾ എന്ന് അവകാശപ്പെടുന്ന പ്രാഥമിക ജനങ്ങളുടെ സംഘത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രൈബ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്താണ് പൊതുപൂർവികൻ എന്ന് പറഞ്ഞാൽ ആരാ, കോമൺ മാൻ അല്ലേ. ഒരു കോമൺ മാൻ എന്ന് പറയുന്നത് അത് ആരാവാം, ഒന്നുകിൽ ദൈവമാവാം, അല്ലെങ്കിൽ ജനങ്ങൾ അല്ലെ, ഒരാളാവാം, ഒരു കോമൺ മാൻ ആവാം അല്ലെ, അതെന്തും ആവാം. ആ ഒരു കോമൺ മാനെ ഫോളോ ചെയ്തു വരുന്ന കുറച്ച് ആളുകളുടെ പ്രാഥമിക സംഘത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ ST എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇവരെവിടേക്കാണ് താമസിക്കുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ST പ്രധാനമായിട്ടും അല്ലെ കാടുകളിൽ, മലകളിൽ അല്ലെ, കുന്നുകളിൽ, എവിടെയൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. പ്രധാനമായിട്ടും ഇവര് കാടുകളിലും മലകളിലും അതേപോലെ തന്നെ മരുഭൂപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഒക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. പിന്നെ നമുക്ക് പറയാം, അവർക്ക് അവരുടേതായ എന്തുണ്ട്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള പ്രത്യേകതകൾ ആർക്കുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർത്ത് വെക്കാവുന്നതാണ്. ഏകദേശം നമ്മുടെ രാജ്യത്ത് 461ഓളം ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ കണ്ടുവരുന്നുണ്ട്. ഏകദേശം 461ഓളം ഷെഡ്യൂൾഡ് ട്രൈബ്സ് നമ്മുടെ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ചില പ്രധാനപ്പെട്ട ട്രൈബ്സിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, സാന്താൾ അല്ലെ, മുണ്ട, മൈന അല്ലെ, ഇങ്ങനെയുള്ള കുറച്ച് വിഭാഗങ്ങൾ, ഖാസി, ഗാരോ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളൊക്കെ എന്താണ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന വിഭാഗത്തിൽപ്പെടുത്തി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, പ്രധാനപ്പെട്ട ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ അല്ലെ. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഏകദേശം there are about 461 tribes found in India അല്ലെ. ഇന്ത്യയിൽ ഏകദേശം എന്തുണ്ട്, ഏകദേശം 461ഓളം ട്രൈബ്സിനെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ the population is about 8.1 crore according to the census 2001 of India. 2001 സെൻസസ് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള ട്രൈബ്സിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്, ഏകദേശം 8.1 ക്രോർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം. ഇത് നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ 8.1% ആണ് വരുന്നത്. മറ്റൊരു കാര്യം ഓർത്ത് വെക്കുന്ന സമയത്ത് 2011 as per 2001 census the tribal population is 10.45 crore. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ എന്താണ് ആദിവാസി ജനസംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10.45 കോടിയാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ പറ്റി നമ്മളൊരു ഏകദേശ ധാരണ ഉണ്ടാക്കി. ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നമ്മൾ പറഞ്ഞിട്ടില്ലേ അല്ലെ. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്. അപ്പൊ നമുക്ക് പറയാം, ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അവരെവിടെയാണ് താമസിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, അവരെവിടെയാണ് കുന്നുകളിലും അല്ലെ, മലകളിലെ കാടുകളിലും എവിടെയൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്, ഹില്ലി ഫോറസ്റ്റ് ഏരിയ. നെക്സ്റ്റ് നമുക്ക് പറയാം ഐസൊലേറ്റഡ് ഏരിയ അല്ലെ, ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മറ്റുള്ള ആളുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ജനവിഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് താമസിക്കുന്നവരാണ് ആര് എന്ന് പറയുന്നത്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അവരെന്താണ് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്നു. നെക്സ്റ്റ് സെൽഫ് സഫിഷ്യന്റ് ഇക്കോണമി, അവരെന്താണ് സ്വയം പര്യാപ്തമായ ഒരു ഇക്കണോമിക് സിസ്റ്റം. നമുക്കറിയാം അവരെന്താണ് സിമ്പിൾ ലൈഫാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവരുടേതായ ഉപജീവനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോയി അവരെന്താണ് സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് സിസ്റ്റത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാം, അവരെന്താണ് പ്രകൃതിയെ ആരാധിക്കുന്നവരാണ് അല്ലെ. അവരെന്താണ് പ്രകൃതിയെ ആരാധിക്കുന്നവരാണ്. ആരാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെ. നാച്ചുറൽ വർഷിപ്പ് ആണ്, അവർ പ്രകൃതിയെ ആരാധിക്കുന്നവരാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ട്രൈബ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവര്.
നെക്സ്റ്റ് എന്താണ്, അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള എന്തുണ്ട്, ഒരു എത്നിക് ഐഡന്റിറ്റി ഉണ്ട് അല്ലെ. എന്താണ് നമ്മൾ പറയുന്നത്, ഏകീകൃതമായിട്ടുള്ള ഒരു വംശീയ വിഭാഗമാണ് ഏത് എന്ന് പറയുന്നത്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ എന്താണ്, അവർ ഫാമിലിക്കും കിൻഷിപ്പിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. കുടുംബങ്ങൾക്കും അതേപോലെ തന്നെ ബന്ധുക്കൾക്കും വളരെയധികം കിൻഷിപ്പ് അല്ലെ, ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് ആര്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അവർക്ക് അവരുടേതായ കൾച്ചർ, ഫോക്ലോർ അല്ലെ, അവരുടേതായ നാടോടി രീതികളും അവരുടേതായ കൾച്ചറും കാര്യങ്ങളും ഒക്കെ ആര് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പൊ ആരാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് നമ്മൾ പഠിച്ചു. ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സം ഓഫ് ദ ട്രൈബൽ പ്രോബ്ലംസ് അല്ലെ, പ്രധാനപ്പെട്ട പ്രോബ്ലംസ്, ട്രൈബ്സ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഇതും നമ്മൾ ഡീറ്റെയിൽഡ് ആയി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നോക്കിയേ. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ലാൻഡ് അലൈനേഷൻ അല്ലെ, ഭൂമിയുടെ അന്യവൽക്കരണം അല്ലെങ്കിൽ ലാൻഡ് അലൈനേഷൻ. മറ്റൊരു പ്രശ്നമാണ് എന്ത് എന്ന് പറയുന്നത്, indebtedness, land alienation, indebtedness, health and nutrition problem. Next എന്താണ്, illiteracy, poverty, bonded labor, lack of education, indebtedness, poor health അല്ലെ, ഇതൊക്കെ എന്താണ് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പൊ ആദ്യത്തെ കാര്യമാണ് എന്ത്, നമുക്ക് ഒരു കാര്യം നോക്കാം. ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഏതാണ്, ലാൻഡ് അലൈനേഷൻ. എന്താ ലാൻഡ് അലൈനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ അന്യവൽക്കരണം. നമ്മൾ മുന്നേ പറഞ്ഞതാണ് അല്ലെ, എന്താണ് ഭൂമിയുടെ അന്യവൽക്കരണം, ഭൂമി അന്യവൽക്കരിക്കപ്പെട്ടു പോവുക. അതായത് എന്താണ്, ഗവൺമെന്റിന്റെ ചില വന നയങ്ങളൊക്കെ കാരണം അല്ലെ, ഈ ട്രൈബ്സിന് അവരുടെ സ്വാഭാവികമായിട്ടുള്ള വാസസ്ഥലം, ജീവിക്കാനുള്ള സ്ഥലം എന്തായി പോകുന്നു, നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്, ലാൻഡ് അലൈനേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ലാൻഡ് അലൈനേഷൻ തന്നെയാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. മറ്റൊരു പ്രശ്നമാണ് ഏത്, നമ്മൾ പഠിച്ചു ഇൻഡെപ്റ്റഡ്നെസ്. എന്താ ഇൻഡെപ്റ്റഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കെണി അല്ലെ, അതായത് കടത്തിലായി പോകുന്നു ആര്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെ. അവർക്ക് എന്താണ്, അവരെപ്പോഴും എന്താണ്, കടബാധ്യത ഉള്ളവരാണ് ആര് എന്ന് പറയുന്നത്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, അവർ പ്രധാനമായിട്ട് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്താണ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അവർ എന്താണ്, വേട്ടയാടിയും അല്ലെ മീൻ പിടിച്ചും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഉപജീവന മാർഗം സബ്സിസ്റ്റൻസ് ലെവൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, വേട്ടയാടിയും മീൻ പിടിച്ചും ഒക്കെയാണ് അല്ലെ. അപ്പൊ വേട്ടയാടിയും മീൻ പിടിച്ചും ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളുകളെ നമ്മൾ കുറുവർ അതേപോലെ തന്നെ കാടാർ എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് വേട്ടയാടിയും മീൻ പിടിച്ചും ഒക്കെ ഉപജീവനം നടത്തുന്ന ആളുകളാണ് കാടാറ്, കുറുവർ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ. മറ്റൊരു വിഭാഗം ട്രൈബ്സ് എന്ന് പറയുന്നത് കന്നുകാലികളെ വളർത്തുക അല്ലെങ്കിൽ കന്നുകാലികളെ മേച്ച് നടക്കുന്നവരാണ്. അതാണ് കന്നുകാലികളെ വളർത്തുക, അതാണ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അവരെ നമ്മൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത്, അവരെ ഏത് പേരിലാണ് നമ്മൾ വിളിക്കുന്നത്, തോഡ, ദിൽ എന്ന് പറയുന്ന പേരുകളിലൊക്കെ അവർ അറിയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ മറ്റൊരു പ്രശ്നമാണ് എന്ത്, ഇൻഡെപ്റ്റഡ്നെസ് അല്ലെങ്കിൽ കടക്കെണി. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ബോണ്ടഡ് ലേബേഴ്സ്. എന്താ ബോണ്ടഡ് ലേബേഴ്സ് എന്ന് പറഞ്ഞാല്, അവരെന്താണ്, എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് അല്ലെ, എപ്പോഴും എന്താണ്, അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. റാമ്പന്റ് പോവർട്ടി അല്ലെ ആൻഡ് ലാക്ക് ഓഫ് സ്റ്റേബിൾ ഇൻകം. അവർക്ക് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻകം ഇല്ല, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ഇല്ല, എപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു വിഭാഗം ആളുകളാണ് ആര്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ ST എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം ആണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൃഷി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ്. അത് എങ്ങനെയാണ് വരുന്നത്, അപ്പൊ നമുക്കറിയാം വനഭൂമി വെട്ടി നശിപ്പിച്ചിട്ട് വനഭൂമിയുടെ ഒരു ഭാഗത്ത് കയ്യേറിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ കൃഷി ഇറക്കുന്നു അല്ലെ. അപ്പൊ വനങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കൃഷി ഇറക്കുന്നത്. അങ്ങനെ കൃഷി ഇറക്കി ആ ഒരു ഭാഗത്തുള്ള മണ്ണിന്റെ ഫെർട്ടിലിറ്റി ഒക്കെ നശിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ നശിച്ചു പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഭാഗം വനഭൂമിയുടെ മറ്റൊരു ഭാഗം കയ്യേറുന്നു. ഇങ്ങനെ വനഭൂമി കയ്യേറുക എന്ന് പറയുന്ന സമയത്ത് ആരുടെ വാസസ്ഥലത്തിനാണ് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്, ആരുടെ വാസസ്ഥലമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ അല്ലെ. അപ്പൊ ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നതും ഷെഡ്യൂൾഡ് ട്രൈബ്സ് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നെക്സ്റ്റ് ഇല്ലിറ്ററസി. ഇല്ലിറ്ററസി അല്ലെങ്കിൽ നിരക്ഷരത ഷെഡ്യൂൾഡ് ട്രൈബ്സ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ പ്രോബ്ലം ആണ് ഏത്, നിരക്ഷരത അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തത് അല്ലെ, അറിവില്ലായ്മ.
അറിവില്ലാത്തത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അല്ലെ പലതരത്തിലുള്ള മിത്തുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് വന്നു ചേരുന്നുണ്ട്. വിദ്യാഭ്യാസത്തെ അവരെന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല, അവർ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇല്ലിറ്ററസി എന്താണ് ഇവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ പ്രോബ്ലം ആണ്. നെക്സ്റ്റ് വൺ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പ്രോബ്ലം അല്ലെ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആരോഗ്യപരമായിട്ടുള്ളതും അല്ലെ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ പോഷകാഹാരക്കുറവ്. ഇതൊക്കെ അവർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് അല്ലെ. നമുക്കറിയാം എപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗം ആയതുകൊണ്ട് തന്നെ അവർക്ക് ശരിയായ രീതിയിൽ എന്തില്ല, ശരിയായ രീതിയിൽ ഭക്ഷണം ലഭിക്കാനില്ല അല്ലെ. മാൽ ന്യൂട്രീഷൻ, പോഷകാഹാര കുറവുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ലാക്ക് ഓഫ് പ്രോപ്പർ മെഡിക്കൽ ആൻഡ് സാനിറ്ററി ഫെസിലിറ്റീസ്. ശരിയായ രീതിയിലുള്ള മെഡിക്കൽ ഫെസിലിറ്റീസും സാനിറ്ററി ഫെസിലിറ്റീസും ഒന്നും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതും അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. നെക്സ്റ്റ്, വെൽ ഡിമാർക്കേറ്റഡ് ജോഗ്രഫിക്കൽ ടെറിട്ടറി. എന്താണ്, ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അവരെവിടെയാണ് താമസിക്കുന്നത്, കാടുകളിലാണ് അല്ലെ. കാടുകളിലും മലകളിലും കുന്നുകളിലും ഒക്കെയാണ് അവര് താമസിക്കുന്നത്. അതായത് സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അല്ലെ എന്താണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തപ്പെടുക അല്ലെങ്കിൽ മാറിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാമൂഹികമായ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വിഭാഗം കൂടിയാണ് ആര്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ഇതാണ്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് പറയാം കൾച്ചറൽ പ്രോബ്ലം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാംസ്കാരിക പ്രശ്നം അല്ലെങ്കിൽ കൾച്ചറൽ പ്രോബ്ലം. എന്താണ് ഈ സാംസ്കാരിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റു ജനങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത രീതിയാണ് ആർക്കുള്ളത്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനുള്ളത് അല്ലെ. ബാക്കിയുള്ള ജനങ്ങളുടെ ജീവിത രീതി പോലെയല്ല, അവരുടെ ജീവിത രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സാംസ്കാരിക വൈവിധ്യം എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇത്രയുമാണ് നമ്മൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ പ്രോബ്ലംസിൽ പറയേണ്ടത് അല്ലെ. ഷെഡ്യൂൾഡ് ട്രൈബ്സ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്രൈബൽ സൊസൈറ്റി എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റൂറൽ സൊസൈറ്റി. എന്താണ് ഗ്രാമീണ സമുദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം റൂറൽ സൊസൈറ്റി അല്ലെങ്കിൽ ഗ്രാമീണ സമുദായം എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ നമുക്ക് പറയാം ഗ്രാമീണ ജീവിതം അല്ലെ. ഗ്രാമീണ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവരാണ് എവിടെയുള്ള ആളുകൾ, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമീണരുടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയാണ് അല്ലെ. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതിയാണ് ആര് ഫോളോ ചെയ്യുന്നത്, ഗ്രാമീണര് ഫോളോ ചെയ്തു പോകുന്നത് അല്ലെ. വളരെ പഴയ രീതിയിലുള്ള വിത്തുകളും വളങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കാർഷിക രീതിയാണ് ആരുടേത്, ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം പ്രിമിറ്റീവ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആളുകൾ ഗ്രാമപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത്. അതേപോലെ ഗ്രാമത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറുതാണ് അല്ലെ. ഗ്രാമീണ സമുദായത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി എന്ന് ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ആദ്യത്തെ കാര്യമാണെന്ന് അവർ പ്രിമിറ്റീവ് ടെക്നോളജി ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. പിന്നെ നമുക്ക് പറയാം എന്താണ്, ഗ്രാമപ്രദേശങ്ങൾ എന്താണ്, വളരെ ചെറുതാണ് അല്ലെ, വലുപ്പത്തിൽ വളരെ ചെറുതാണ്. അതേപോലെ തന്നെ ഗ്രാമത്തിലുള്ള ആളുകൾ, റൂറൽ സൊസൈറ്റീസ് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഫാമിലിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ അല്ലെ. കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് ആര്, ഗ്രാമീണർ അല്ലെ. അതേപോലെ തന്നെ അവരെന്താണ്, ബന്ധങ്ങൾക്ക്, കിൻഷിപ്പ്, അതേപോലെ ബന്ധങ്ങൾക്കും ഫാമിലിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. പിന്നെ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരിൽ എന്താണ്, കൂടുതൽ ആചാരങ്ങൾ അല്ലെ, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് ആർക്കുള്ളത്, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉള്ളത്. നെക്സ്റ്റ് അവർക്ക് എന്തായിരിക്കും, കോപ്പറേഷൻ, പരസ്പര സഹകരണം കൂടുതലായിരിക്കും അല്ലെ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നത്. പിന്നെ അതേപോലെ പ്രധാനമായും അവരെന്താണ്, കൂട്ടുകുടുംബങ്ങളിലാണ് താമസിക്കുന്നത് അല്ലെ. അവർ പ്രധാനമായിട്ടും ജോയിന്റ് ഫാമിലിയാണ് ഫോളോ ചെയ്യുന്നത്. ജോയിന്റ് ഫാമിലി സിസ്റ്റമാണ് ഗ്രാമീണവാസികൾ ഫോളോ ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. പിന്നെ ഇവരുടെ സംസ്കാരം നമുക്ക് നാടോടി സംസ്കാരം എന്നുള്ള രീതിയിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തുള്ള ആളുകളുടെ സംസ്കാര രീതി നാടോടി സംസ്കാര രീതി എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ എന്താണ്, സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് സിസ്റ്റം ആണ് അവർക്കുള്ളത് അല്ലെ. സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് സിസ്റ്റം ആണ് അവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, സോഷ്യൽ ഹോമോജിനിറ്റി,
അവരുടെ ജീവിത രീതിയിൽ എന്താണ് സാമൂഹികമായിട്ടുള്ള ഒരു ഐക്യം, ഹോമോജിനിറ്റി, സാമൂഹികമായ ഒരു ഏകത കണ്ടെത്താൻ സാധിക്കും. ആളുകൾ തമ്മിൽ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് റോൾ ഓഫ് നൈബർഹുഡ്. അവരെന്താണ് നൈബേഴ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. നമ്മൾ മുന്നേ പറഞ്ഞു ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ആര്? റൂറൽ സൊസൈറ്റിയിൽ താമസിക്കുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ അവർ ആർക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? നൈബേഴ്സ്, നമ്മുടെ അയൽക്കാർക്ക് അല്ലെ, അയൽക്കാർക്കും കൂടി വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ചടങ്ങുകളോ അല്ലെ എന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത്, ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് സുഖദുഃഖങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് പങ്കിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയൽപ്പക്കക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവര് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. നെക്സ്റ്റ് നമുക്ക് പറയാം റിലീജിയോസിറ്റി, മതത്തോടുള്ള പ്രതിപത്തി. അവരെന്താണ്? മതങ്ങളിലും കൂടുതൽ വിശ്വാസവും ഇമ്പോർട്ടൻസും പ്രാധാന്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളാണ് ആര് എന്ന് പറയുന്നത്? ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ. നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് ജജ്മാനി സിസ്റ്റം. 2 മാർക്കിനൊക്കെ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജജ്മാനി സിസ്റ്റം. അപ്പൊ നമുക്ക് പറയാം എന്താണ് ഈ ജജ്മാനി സിസ്റ്റം എന്ന് പറഞ്ഞാല്? ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് എന്ത്? ജജ്മാനി സിസ്റ്റം. തൊഴിൽ സേവനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഏത് സിസ്റ്റം? ജജ്മാനി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ഭൂവുടമകൾ എന്ന് പറയുന്നത് ഉയർന്ന ജാതിക്കാരും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ എന്തുവാണ്? സേവക ജാതികളുമാണ് അല്ലെ. ഭൂവുടമകള് ഉയർന്ന ജാതിക്കാരും ബാക്കി ജാതിക്കാർ എന്താണ്? സേവക ജാതികളുമാണ്. അതിലെ ആരാണോ സർവീസസ് കൊടുക്കുന്നത്, സേവനം കൊടുക്കുന്ന ആൾ കമീൻ എന്നും അത് സ്വീകരിക്കുന്ന ആൾ യജമാൻ എന്ന പേരിലും കൂടിയാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ജജ്മാനി സിസ്റ്റം എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പൊ എന്താണ് ജജ്മാനി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ജജ്മാനി സിസ്റ്റം. തൊഴിൽ സേവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് എന്ത്? ജജ്മാനി. അതിൽ ഭൂ ഉടമകൾ എന്താണ്? ഏറ്റവും ഉയർന്ന ജാതിയും ബാക്കിയുള്ളവരൊക്കെ എന്താണ്? സേവകരുമാണ് അല്ലെ, സേവക ജാതിയുമാണ്. അതിൽ സേവനങ്ങൾ കൊടുക്കുന്ന ആളുകളെ കമീൻ എന്നും അത് സ്വീകരിക്കുന്ന ആളുകളെ എന്തും വിളിക്കുന്നു? യജമാൻ എന്നും വിളിക്കുന്നു. ഇതാണ് ഏത് സിസ്റ്റം? ജജ്മാനി സിസ്റ്റം. ഇതും നമ്മുടെ റൂറൽ സൊസൈറ്റീന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റൂറൽ സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ റൂറൽ സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് സൊസൈറ്റി ആണ് ഏത്? അർബൻ സൊസൈറ്റി. എന്താണ് അർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അർബൻ സൊസൈറ്റി ഏതായിരിക്കും? നഗരപ്രദേശങ്ങൾ അല്ലെ, നഗര സമുദായങ്ങൾ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളെ നമ്മൾ എന്ത് വിളിക്കുക? അർബൻ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ റൂറൽ സൊസൈറ്റി കഴിഞ്ഞു, നെക്സ്റ്റ് ആണ് എന്ത്? അർബൻ സൊസൈറ്റി. അപ്പൊ അർബൻ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ ചോദിച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം? ഗ്രാമീണ സമുദായത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഏത് എന്ന് പറയുന്നത്? നഗര സമുദായം എന്ന് പറയുന്നത് അല്ലെ. ഗ്രാമീണ സമുദായത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് നഗര സമുദായം. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്? അവിടെ ഒരു പ്രത്യേകമായ ജീവിത രീതിയാണ് അല്ലെ. ഇതുവരെ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ കണ്ട പോലെയല്ല, അവിടെ പ്രത്യേകമായിട്ടുള്ള എന്താണ്? അവരുടേതായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് അവിടെ ഉള്ളത് അല്ലെ. നഗരങ്ങൾ, പട്ടണങ്ങൾ, മെട്രോപൊളിറ്റൻ സിറ്റീസ് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? റൂറൽ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ആ ഒരു റൂറൽ സൊസൈറ്റിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ അല്ലെ, എന്താണ്? പല രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഇവിടെ കൂടുതലാണ്, അർബൻ സൊസൈറ്റിയിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവിടെ എന്താണ്? ഡിവിഷൻ ഓഫ് ലേബർ കൂടുതലാണ്. ഒരുപാട് തൊഴിലവസരങ്ങൾ എവിടെ ഉണ്ട്? അർബൻ സൊസൈറ്റിയിൽ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ സൊസൈറ്റി. അർബൻ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അല്ലെ. ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. നെക്സ്റ്റ് കൾച്ചറൽ ഹെട്രോജിനിറ്റി. നെക്സ്റ്റ് മാൻ മെയ്ഡ് എൻവയോൺമെന്റ്, ഹയർ മൊബിലിറ്റി, ക്ലാസ് ഓറിയന്റഡ്, ഫോർമൽ സോഷ്യൽ കൺട്രോൾ, മാർക്കറ്റ് ആൻഡ് മോണിറ്ററി ഇക്കോണമി, ബെറ്റർ സിവിക് ഫെസിലിറ്റീസ്. ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ സൊസൈറ്റീസ് ആണ്. അപ്പൊ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ സൊസൈറ്റീസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം അല്ലെ. അപ്പൊ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന സമയത്ത് നമുക്ക് പറയാം സോഷ്യൽ ഹെട്രോജിനിറ്റി. നമ്മൾ സോഷ്യൽ ഹോമോജിനിറ്റി എന്ന് പറഞ്ഞ ടേം കേട്ടിട്ടുണ്ട് അല്ലെ. സോഷ്യൽ ഹോമോജിനിറ്റി നമ്മൾ പറഞ്ഞ ഏതിലാ? റൂറൽ സൊസൈറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു ഏത് എന്ന് പറയുന്നത്? സോഷ്യൽ ഹോമോജിനിറ്റി, സാമൂഹികമായിട്ടുള്ള ഏകത എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ അർബൻ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? സോഷ്യൽ ഹെട്രോജിനിറ്റി, സാമൂഹികമായിട്ടുള്ള എന്താണ്? വൈവിധ്യം
അല്ലെ? നമുക്കറിയാം നഗര സമൂഹം എന്ന് പറയുന്നത് എന്താണ്? വളരെ വൈവിധ്യമാർന്നതാണ്. ജനങ്ങളുടെ ജീവിത രീതികൾ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ പെരുമാറ്റ രീതികൾ, അവരുടെ വസ്ത്രധാരണം, അല്ലെ? അങ്ങനെ എല്ലാ കാര്യത്തിലും വ്യത്യസ്തത ഉള്ളതാണ് എവിടെ എന്ന് പറയുന്നത്? നഗരജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? സോഷ്യൽ ഹെട്രോജിനിറ്റി, സാമൂഹികമായ വൈവിധ്യം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അനോണിമിറ്റി. എന്താ ഈ അനോണിമിറ്റി എന്ന് പറയണമെങ്കിൽ? അപരിചിതത്വം, അല്ലെ? അപരിചിതത്വം. അനോണിമിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപരിചിതത്വം. അപരിചിതരുടെ ലോകമാണ് എന്ത്? നഗരപ്രദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അപരിചിതരുടെ ലോകമാണ്, അല്ലെ? അറിയാത്ത ഒരുപാട് ആളുകൾ. ഒരു മഹാനഗരത്തിൽ, അല്ലെ, വലിയൊരു നഗരത്തിൽ അനുഭവപ്പെടുന്ന ഏകാന്തത എന്ന് പറയുന്നത് വേറെ ഒരു സ്ഥലത്തും അനുഭവപ്പെടാത്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ അനോണിമിറ്റി എവിടെ കൂടുതലാണ്? നഗരപ്രദേശങ്ങളിൽ കൂടുതലാണ്. നെക്സ്റ്റ്, ഇംപേഴ്സണൽ സോഷ്യൽ റിലേഷൻ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? ഇംപേഴ്സണൽ സോഷ്യൽ റിലേഷൻ. അപ്പൊ പേഴ്സണൽ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ആര്? റൂറൽ സൊസൈറ്റിയിലുള്ളവർ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം അല്ലെ? എന്നാൽ ഏർബൻ സൊസൈറ്റിയുടെ പ്രത്യേകത എന്താ? അവിടെ ഇംപേഴ്സണൽ റിലേഷൻഷിപ്പാ. ആളുകൾ തമ്മിൽ എന്താണ്? ആളുകൾ തമ്മിൽ വലിയ എന്താണ് അടുപ്പവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അവിടെ സ്റ്റാറ്റസ്, ഒരാളുടെ സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്നത് എന്താണ്? പണമാണ്, അല്ലെ? പണമാണ് ആളുകളുടെ സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്നത്. നഗരത്തിലെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എന്തെങ്കിലും പരിഗണന നൽകുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവിടെ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? മണി, അല്ലെ? പണം മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോഷ്യൽ മൊബിലിറ്റി. എന്താണ് സോഷ്യൽ മൊബിലിറ്റി അല്ലെങ്കിൽ സാമൂഹികമായ ചലനക്ഷമത എന്ന് പറയുന്നത്? ഇവിടെ ഒരു വ്യക്തിയുടെ, നഗരപ്രദേശങ്ങളിൽ ഒരു വ്യക്തിയുടെ പദവി നിർണ്ണയിക്കുന്നത് അയാളുടെ നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അയാൾ എന്തൊക്കെ കാര്യങ്ങൾ നേടി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരപ്രദേശങ്ങളിൽ ഒരാളുടെ പദവി നിർണ്ണയിക്കുന്നത്. അല്ലാതെ എന്തിന്റെ അടിസ്ഥാനത്തിലല്ല? അയാൾ എവിടെ ജനിച്ചു, അയാളുടെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരാളുടെ പദവി നിർണ്ണയിക്കുന്നത്. മറിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അയാളുടെ നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കുന്നത്. നെക്സ്റ്റ്, സ്പെഷ്യൽ സെഗ്രിഗേഷൻ. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പെഷ്യൽ സെഗ്രിഗേഷൻ. എന്താ സ്പെഷ്യൽ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നമ്മൾ പറയും, അല്ലെ? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത വളരെ കൂടുതൽ. നമുക്കറിയാം നഗരം എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഏത് എന്ന് പറയുന്നത്? നഗരപ്രദേശങ്ങൾ, അല്ലെ? അപ്പൊ നഗരപ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് എന്ത് പറയാം? ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓർ സ്പെഷ്യൽ സെഗ്രിഗേഷൻ എന്നും കൂടി നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ്, അബൻഡൻസ് ഓഫ് വോളണ്ടറി അസോസിയേഷൻ. സന്നദ്ധ സംഘടനകളുടെ ആധിക്യം. അബൻഡൻസ് ഓഫ് വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സന്നദ്ധ സംഘടനകൾ? അപ്പൊ നമുക്കറിയാം ഒരുപാട് സംഘടനകൾ എവിടെ ഉണ്ട്? സന്നദ്ധ സംഘടനകൾ എവിടെ ഉണ്ട്? നഗരപ്രദേശങ്ങളിലുണ്ട്, അല്ലെ? നഗരപ്രദേശങ്ങളിലെ ആളുകൾ വ്യത്യസ്ത താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള നഗരവാസികളൊക്കെ എന്ത് ചെയ്യുന്നു? ആ പല താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വിവിധ സംഘടനകൾ എന്ത് ചെയ്യുന്നുണ്ട്? രൂപീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം സന്നദ്ധ സംഘടനകൾ, അല്ലെ? വിവിധ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നേടിയെടുക്കാനുള്ള വിവിധ സന്നദ്ധ സംഘടനകൾ എവിടെ ഉണ്ട്? നഗരപ്രദേശങ്ങളിൽ ഉണ്ട്. നെക്സ്റ്റ്, ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ സൊസൈറ്റി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ലാസ്റ്റ് വൺ, അർബൻ സൊസൈറ്റിയുടെ എന്താണ് പ്രോബ്ലംസ്. അർബൻ ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ അർബൻ സോഷ്യൽ പ്രോബ്ലംസ്, അല്ലെ? ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഏത് എന്ന് പറയുന്നത്? സ്ലം ഏരിയ, അല്ലെ? ചേരി പ്രദേശങ്ങൾ. ഒരുപാട് നമ്മൾ പറഞ്ഞു ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, അല്ലെ? ജനസാന്ദ്രത അല്ലെങ്കിൽ ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചേരി പ്രദേശങ്ങൾ മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്ലം ഏരിയാസ്. അതേപോലെ ക്രൈം, അല്ലെ? കുറ്റകൃത്യങ്ങൾ, പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരാനുള്ള ചാൻസ് അർബൻ ഏരിയയിൽ കൂടുതലാണ്. നെക്സ്റ്റ്, അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഫെസിലിറ്റീസ്, അല്ലെ? പിന്നെ നമുക്ക് പറയാം വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഫെസിലിറ്റിയുടെ ഷോർട്ടേജ് വളരെ കുറവായിരിക്കും എന്നല്ല, അവിടെ എന്തുണ്ടായിരിക്കും? ആളുകൾ കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും? അത് കിട്ടാനുള്ള അവസരങ്ങൾ കുറവായി പോകുന്നു. നെക്സ്റ്റ്, സെൻട്രലൈസേഷൻ ഓഫ് പോപ്പുലേഷൻ. നമ്മൾ പറഞ്ഞു, അല്ലെ? പോപ്പുലേഷൻ വർദ്ധിക്കുന്നു, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്. നെക്സ്റ്റ്, അൺഅവൈലബിലിറ്റി ഓഫ് ഡ്വെല്ലിംഗ് പ്ലേസസ്, അല്ലെ? താമസ സൗകര്യം വളരെ കുറവാണ്. പിന്നെ അതേപോലെ എന്താണ്? സ്കേഴ്സിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ള ലഭ്യത, അല്ലെ? കുടിവെള്ള ലഭ്യതയുടെ കുറവ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രാഫിക് ജാംസ്, അല്ലെ? എപ്പോഴും ട്രാഫിക് ജാംസ് പോലുള്ള ട്രാഫിക് ജാം കാര്യങ്ങളൊക്കെ എവിടെ കൂടുതലായിരിക്കും? അർബൻ ഏരിയയിൽ കൂടുതലായിരിക്കും. ഇതൊക്കെ നഗരപ്രദേശത്തിലുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? എന്താണ് ട്രൈബ്സ്?
ട്രൈബ്സിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അല്ലെ. അർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അർബൻ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണ്. അതേപോലെ തന്നെ റൂറൽ സൊസൈറ്റി എന്താണ്, റൂറൽ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണ്. അതുപോലൊപ്പം തന്നെ അർബൻ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കുന്നു. താങ്ക് യു.